എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതേ നമ്മുടെ ഈ CC പ്ലാന്റ് കണ്ടാ. എനിക്ക് ഒത്തിരി മദർ പ്ലാന്റുകൾ, വലിയ സൈസ് മദർ പ്ലാന്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടല്ലോ, കുറേ പേര് ഇങ്ങനെ അത് സെയിലായിട്ട് വാങ്ങിക്കൊണ്ടു കേട്ടോ. കാരണം ഒരു വീട് വെഞ്ചിരിപ്പിനൊക്കെ പെരതാമസം, പുതിയ വീട്ടിൽ കയറി താമസത്തിന് അപ്പോൾ വലിയ പോട്ടിലാക്കി ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതവർ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ എനിക്ക് ഇനി മദർ പ്ലാന്റ് വലിയ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ വലിയ പ്ലാന്റ് ഇതുള്ളൂ. പിന്നെ ചെറിയ പ്ലാന്റുകൾ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും വലിയ പ്ലാന്റാണ് ഇനി ആകെ തുറന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൈകൾ പിടിപ്പിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ മൂത്ത തണ്ടിൻ്റെ മൂത്ത ഇലകൾ വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ മൂത്ത തണ്ടിൻ്റെ ഇല വെച്ചിട്ട് ഞാൻ തൈകൾ പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചട്ടി മാറ്റി നടാറായിട്ടുണ്ട്. കാരണം ഇത് തിക്കായിട്ട് നിറഞ്ഞു കേട്ടോ, എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം ഇനി ഇതിനകത്ത് ഇനി ഇത് വളർച്ചയില്ലാണ്ടായി തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾക്ക് ഇനി ഈ പോട്ടൊക്കെ മാറ്റി നടണം. അപ്പോൾ അതേപോലെ ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഈ മൂത്ത ഇലകളുണ്ടല്ലോ, ഇത് ഉണ്ടോ വാടി ഒരു വൃത്തിയില്ലാണ്ടായി. അപ്പം ഞാനത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ലീഫാണ് നമ്മൾ കുത്തി പിടിപ്പിക്കുന്നത്. ഒരുപാട് തൈകൾ നമുക്ക് ഇത് എത്ര ഇലയുണ്ടോ അത്രയും തൈകൾ നമുക്ക് പിടിപ്പിക്കാം കേട്ടോ. അതിൻ്റെ CC പ്ലാന്റ് നമുക്ക് തൈ പിടിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പം എനിക്കിതിൻ്റെ ബ്ലാക്കൊക്കെ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് പിടിപ്പിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ ഞാൻ ഇതിക്ക് മുമ്പ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഇല നട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാം എങ്ങനെയാണ് ഉണ്ടായി വരണേന്ന് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിനകത്തുനിന്ന് തണ്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ മൂത്ത തണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. മൂത്ത തണ്ടുകളൊക്കെ ഞാൻ കട്ട് ചെയ്യാം കേട്ടോ. ഇത് പഴുത്ത് പോയതാണ്. ഇതിൻ്റെ ഇല പോലും തൈയായിട്ട് പിടിപ്പിക്കാൻ പറ്റുള്ളൂ നമുക്ക്. അതൊക്കെ മൂത്ത് നല്ല തണ്ട് കണ്ടോ, മൂത്തിരിക്കുകയാണ്. അല്ലേ, അപ്പം ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഇത്ര മാറ്റണുള്ളൂ കേട്ടോ, ഇന്നത്തെ മാറ്റുന്നില്ല. ഇത് നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ട് മാറ്റി നടാണ് കേട്ടോ. അത് ഇതിനെ പോട്ട് മാറ്റുന്ന സമയം പണ്ടേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇല കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ ലീഫും നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ CC പ്ലാന്റ് എന്ന് പറഞ്ഞാലേ നല്ലൊരു ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് കാണാൻ തന്നെ ഇതിൻ്റെ ഭംഗി. ലീഫ് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രീനായിരിക്കും. നമ്മളിങ്ങനെ തുടച്ചൊക്കെ വെച്ചാണ്ടല്ലോ, അതിൽ നമ്മുടെ പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ തുടച്ച് വെച്ചാണ്ടല്ലോ ഭയങ്കര തിളക്കമായിരിക്കും ഇതിൻ്റെ ഈ ചെടിക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് ക്ലോട്ടിങ് പോലെ നമുക്ക് തോന്നിപ്പോവും ഇതിൻ്റെ ലീഫ് കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണിത് വെച്ച നല്ല ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ. CC പ്ലാന്റ് എന്തോരം നട്ടുപിടിപ്പിച്ചാലും എല്ലാവരും അത് സെയിലായി പോട്ടോ. എല്ലാവരും അത് വാങ്ങിക്കൊണ്ടുപോകും. കാണുമ്പോൾ ഹൗസ് ഫാമിങ്ങിനാണ് എല്ലാവരും വാങ്ങിക്കൊണ്ടുപോകണത്. ഞാനപ്പോൾ അത് തീരുന്നനുസരിച്ച് നട്ട് വയ്ക്കും കേട്ടോ. കാരണം ആരിലൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇത് കാണുമ്പോൾ ഈ ചെടികൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടം തോന്നി വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്താണ് കേട്ടോ ലീഫുകൾ. നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് കുത്തി വയ്ക്കാം, നിറച്ച് കുത്തി വയ്ക്കാം കേട്ടോ. എത്ര നിറയ്ക്കണോ അത്രയും തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അടുപ്പിച്ച് നമുക്കൊന്ന് കുത്താട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇനിയും നമ്മൾ പതുക്കെ നനച്ചു കൊടുക്കണം. എന്നും നനയ്ക്കൊന്നും വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നനച്ചു കൊടുത്താൽ കേട്ടോ. അപ്പോൾ എത്ര ഇലയുണ്ടോ അത്രയും തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ഇതിക്ക് മുമ്പ് നട്ട് വെച്ചേക്കണ തൈകൾ ഇലകൾ നട്ട് വെച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തോരായത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ 2 പോട്ടിലും നിറയെ ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ തൈകളായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരിടത്ത് നോക്കാം കേട്ടോ. എന്തോരായി നോക്കാം. കണ്ടോ, വേറെ ആയിട്ടുണ്ട്. അടുത്തത് എടുക്കാൻ നമുക്ക്. ഇത് ഉണങ്ങിയ ഇല പോലും വേറെ ആയി കണ്ടോ. അത് തൈ ആവട്ടോ. അത് നമുക്ക് വേറെ എടുക്കാം. എല്ലാം തൈകളായിട്ടുണ്ട്. വേരും അതിൻ്റെ തുമ്പത്തൊരു
ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുകൂടി എടുക്കാം. എല്ലാവരും ഒരേ പ്രായക്കാരാണ്, ഒരുമിച്ച് ഇതുപോലെ തൈ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ഒരേ പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൈകളാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ഈ ചട്ടിയിൽ നമ്മൾ നട്ടു വെച്ചേക്കുന്നതാണ്. ഇതേ കണ്ട, ഇത് എല്ലാം ഞാൻ ഒരുമിച്ച് നട്ടാണ് കേട്ടോ. ഇടയ്ക്കേന്ന് എടുക്കാം. എല്ലാത്തുമ്മേയും വരുന്നുണ്ട്. അപ്പോൾ കണ്ടോ. അപ്പം ഇത്ര ഉള്ളൂ. ഇത് നടാനായിട്ട് ഭയങ്കര സിമ്പിളാണ്. തൈകൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇനിയും തൈകളാക്കി നടാൻ പറ്റും കേട്ടോ. അപ്പം അല്ലേ, എന്തൊരു സിമ്പിളാന്ന് നോക്കിയേ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ CC പ്ലാന്റ് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഒരു ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തൈയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചെടിയുണ്ട്, നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇല അവിടെ നിന്ന് മേടിച്ചാൽ മതി. അതിൻ്റെ ഏറ്റവും മൂത്ത സൈഡിൽ നിന്ന് ഏറ്റവും അടിയിൽ നിന്ന് ഒരു ഇല നിങ്ങൾ മേടിച്ചാൽ മതി. ഇല ഒന്ന് നമ്മൾ വീട്ടിൽ നട്ട് വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെടിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ചെടി ഇല്ല, കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ നിഷ്പ്രയാസമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് CC പ്ലാന്റ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.